VS വളരെ ധന്യമായ ഒരു ജീവിതം 101 വയസ്സിൽ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിലെ മനുഷ്യൻ നമ്മളിലേക്ക് പ്രവേശിച്ചതാണ് ഒരുപക്ഷെ VSനെ ഇത്രയും അധികം മലയാളി ഹൃദയത്തിലേറ്റാൻ കാരണം. 1991-92 കാലഘട്ടത്തിലൊക്കെ ഞാൻ നിയമസഭയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അന്ന് VS ഈ മാധ്യമപ്രവർത്തകരുടെ അടുത്തങ്ങ് വലിയ സൗഹൃദം ഒന്നും കാണിക്കാത്ത, അധികം ചിരിക്കാത്ത, ഗൗരവക്കാരനായ ഒരു CPM നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ആ ഒരു സമീപനം ഒക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ നമുക്ക് വിസ്മയമായിരുന്നു. VS എങ്ങനെയാണ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത്, ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. അനുനിമിഷം നമ്മൾ ഓരോരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ആദ്യമൊക്കെ അത് സ്വീകരിക്കാൻ, VSൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം സ്വീകരിക്കാൻ വലിയൊരു വൈഷമ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ VSലെ ആ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റിനെ അതിക്രമിച്ച് പുറത്തു വന്നതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചിട്ടും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വീണ്ടും നമ്മളുടെ മുഖ്യമന്ത്രിയാവാനൊക്കെ കാരണമായത്. VS നമ്മുടെ ചരിത്രത്തെ നിർണയിച്ച മനുഷ്യസ്നേഹി തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ ചരിത്ര നിർമ്മിതിയിൽ നമ്മളൊരു ചില മുഹൂർത്തങ്ങൾ, ആ മുഹൂർത്തത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാകാത്ത ചില സമസ്യകൾ ഒളിഞ്ഞു കിടക്കുന്നത്. ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കള്ളനിൽ അവശേഷിച്ച മനുഷ്യത്വത്തിൻ്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ VS എന്ന ചരിത്ര പുരുഷൻ. അദ്ദേഹത്തിനെ ലോക്കപ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ടും അഴികൾക്ക് പുറത്തേക്കിട്ട് കൂട്ടിക്കെട്ടി മർദ്ദിച്ച് ബയണറ്റ് വെച്ച് കുത്തി മുറിച്ച് അതേപോലെ ശരീരം ഇടിച്ച് പഞ്ഞിയാക്കി അദ്ദേഹം മരിച്ചു എന്ന് കരുതി. അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മരിച്ചു എന്ന് കരുതിയ VSന്റെ ശരീരം പൂഞ്ഞാർ കാട്ടിൽ കൊണ്ട് കളയാനായി പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിലുണ്ടായിരുന്ന കോലപ്പൻ എന്ന കള്ളനെയും കൂട്ടി പോലീസ് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് VSന്റെ ശരീരം, അല്ലെങ്കിൽ VSനെ ജീപ്പിൻ്റെ പിന്നിൽ കയറ്റുന്നു, കൂടെ കോലപ്പനെയും കയറ്റുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ VS ചെറുതായിട്ടൊന്ന് മൂളി. കോലപ്പൻ മൂക്കിൻ്റെ അടുത്ത് കൈവച്ച് നോക്കിയപ്പോൾ ശ്വാസമുണ്ട്. അപ്പോൾ കോലപ്പൻ വിളിച്ച് പോലീസിനടുത്ത് പറയുന്നു ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്ന്. അപ്പോഴും പോലീസിൻ്റെ ജീപ്പ് മുമ്പോട്ട് പോവുകയാണ്. പോലീസ് നിർത്തുന്ന, അല്ലെങ്കിൽ കോലപ്പൻ്റെ വാക്കുകളെ പോലീസ് കേൾക്കാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥ വരുന്നു. ആ സമയത്ത് കോലപ്പൻ വാവിട്ട് കരഞ്ഞു. ഇദ്ദേഹം മരിച്ചിട്ടില്ല, ഇദ്ദേഹത്തിന് ജീവനുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് വാവിട്ട് കരഞ്ഞിട്ട് പോലും പോലീസ് മുമ്പോട്ട് പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ കോലപ്പൻ്റെ ഒരു വല്ലാത്ത കരച്ചിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്തണം എന്ന ആ കരച്ചിൽ ആ പോലീസുകാരുടെ മനസ്സിനെ പോലും, VSനെ മർദ്ദിച്ച് അവശനാക്കി മരിച്ചു എന്ന് കരുതി കാട്ടിൽ കൊണ്ടുകളയാൻ പോയ ആ പോലീസുകാരുടെ മനസ്സിൽ അവശേഷിക്കുന്ന മനുഷ്യത്വത്തെ പോലും കോലപ്പൻ്റെ നിലവിളി ഉണർത്തി. ആ ഒരു നിമിഷമാണ് വീണ്ടും ജീപ്പ് തിരിച്ചു വിട്ട് VSനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും VS നമ്മളുടെ ജീവിതത്തിലേക്കും ചരിത്രത്തിലേക്കും നടന്നു വരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് മനുഷ്യൻ്റെയും ഉള്ളിൽ ഈ മനുഷ്യത്വം ഇത് ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ള സംഗതി. ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യത്വത്തെ ഇവിടെ ഉണർത്തിയത് ഒരു കള്ളനാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക.
ജീവിതത്തിൻ്റെ മനസ്സിലാകാത്ത സമസ്യകളാണ്. മലയാളിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് കോലപ്പൻ എന്ന ഒരു കള്ളൻ നിർവഹിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ചില മുഹൂർത്തങ്ങൾ, ചില നിമിഷങ്ങൾ, ജീവിതത്തിലെ ചില അപൂർവം ചില നിമിഷങ്ങൾ, ചില വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നത്. പറഞ്ഞതുപോലെ നമ്മൾ പറയാറുണ്ട്, മഹാഭാരതത്തിൽ പാഞ്ചാലിയുടെ ദുര്യോധനനൊക്കെയുള്ള ചിരി ഭാരത യുദ്ധത്തിലേക്ക് നയിച്ചു. അതേപോലെ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണി പോയപ്പോൾ കൈകേയി വിരൽ കടത്തി ചക്രത്തിൻ്റെ ഊരിപ്പോകാതെ നോക്കി. അതിന് പകരമായിട്ട് ദശരഥൻ കൊടുത്ത വരം കൈകേയി ചോദിക്കുകയും പിന്നീട് അത് രാമായണ കഥയായി മാറുകയും ഒക്കെ ചെയ്യുന്ന മുഹൂർത്തങ്ങൾ ഇതിഹാസങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അത്തരമൊരു മുഹൂർത്തം VSൻ്റെ ജീവിതത്തിലും കാണാൻ കഴിയുന്നു. മാത്രവുമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കോലപ്പൻ എന്ന കള്ളൻ, ആ കള്ളനിലെ മനുഷ്യൻ, ആ മനുഷ്യത്വം, ഇതെല്ലാ മനുഷ്യനിലും ഉണ്ട് എന്നുള്ള, നമ്മൾ ഏറ്റവും നികൃഷ്ടരാണ് എന്ന് പറയുന്ന മനുഷ്യരിൽ പോലും ഈ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യത്വം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ ഉണർത്തുക, അതിനെ ഉണർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം പുറത്തു വരുന്നത്. അതൊരു വലിയ സാധ്യതയാണ്. അപ്പോൾ ഈ എത്ര തന്നെ മോശപ്പെട്ട സാഹചര്യങ്ങളാണെങ്കിലും, എത്ര തന്നെ ജീർണിച്ച സാഹചര്യങ്ങളാണെങ്കിലും VS നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യനിൽ അവശേഷിക്കുന്ന ഈ മനുഷ്യത്വത്തെ ഉണർത്താൻ കഴിയും എന്നുള്ളതാണ്. ഒരു കള്ളന് ഈ രീതിയിൽ ഉണർത്താൻ കഴിഞ്ഞുവെങ്കിൽ മനുഷ്യൻ്റെ അസാധ്യ സാധ്യതയുള്ള മനുഷ്യന് എന്തുമാത്രം സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്നത്. ആ സാധ്യതയുടെ ഒരു വലിയ ഒരു ചരിത്രമാണ്, അല്ലെങ്കിൽ ഒരു നീണ്ട പരമ്പരയാണ് യഥാർത്ഥത്തിൽ VS നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അദ്ദേഹം 70 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ അതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. ഒട്ടേറെ സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ഗതികേടിൻ്റെ അവസ്ഥയോ ധർമ്മസങ്കടമോ അതല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ തോന്നിയെന്നിരിക്കാം. അതേപോലെ നമുക്ക് സ്വീകാര്യമല്ലാത്ത വ്യക്തികളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കാം. അപ്പോഴൊക്കെ മുമ്പോട്ട് പോകാനും ഏതു മനുഷ്യനിലും ഈ മനുഷ്യത്വം അവശേഷിക്കുന്നുണ്ട്, അത് ഉണർത്തുകയേ വേണ്ടൂ എന്നുള്ളതും നമുക്ക് ഓർത്തുകൊണ്ട് VSന് വിട നൽകാം.